ഇന്റർവ്യൂസിൽ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള നെക്സ്റ്റ് പാർട്ടാണ് എന്താണ് നിങ്ങളുടെ വീക്ക്നെസ്സസ് എന്നുള്ളത്. എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയാൻ നമുക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും, പക്ഷെ വീക്ക്നെസ്സിനെ പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോഴും മിസ്റ്റേക്ക് പറ്റാറുണ്ട്. വീക്ക്നെസ്സസ് പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഹയർ ചെയ്യുന്നതിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇയാൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാവുമല്ലോ എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള വീക്ക്നെസ്സസ് പറയാതിരിക്കുക. പറയുന്ന കാര്യങ്ങൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ, പ്രീവിയസ്ലി എനിക്ക് ടൈം മാനേജ്മെന്റ് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ഇത് പ്രീവിയസ് ജോബ് തന്നെ പറഞ്ഞാലും തെറ്റില്ല. അതായത് കുറച്ച് ടൈം എടുത്തുകൊണ്ട് ഐ മെയ്ഡ് എ സ്കെഡ്യൂൾ, അതായത് പ്രോപ്പർ ആയിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് ടൈം വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് എ ഡേ അല്ലെങ്കിൽ കുറച്ച് ടൈമിന് ശേഷം അതൊരു റെഗുലർ പ്രാക്ടീസ് ആയിട്ട് എടുത്ത് ഇപ്പം ഞാൻ എൻ്റെ ഒരു വീക്ക്നെസ്സസ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യത്തിനെ സ്ട്രെങ്ത് ആയിട്ട് ചേഞ്ച് ചെയ്തു എന്നുള്ള രീതിയിലുള്ള കോണ്ടന്റ് ആണ് നമ്മൾ വാട്ട് ആർ യുവർ വീക്ക്നെസ്സസ് എന്നുള്ളത് കൊടുക്കേണ്ടത്. അതായത് എപ്പോഴും നമ്മൾ മൈൻഡിൽ വിചാരിക്കുക, നമ്മുടെ വീക്ക്നെസ്സസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ജോലിയിലേക്ക് നമ്മളെ ഹയർ ചെയ്യുന്നതിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഫാക്ടറായി മാറരുത്.